ഇനി 8th 9th 10th ക്ലാസ്സുകളിലോട്ട് പോകാൻ നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. മറ്റൊന്നുമല്ല, നമ്മുടെ നാഷണൽ സയൻസ് ആൻഡ് മാത്സ് ചാമ്പ്യൻഷിപ്പിലോട്ടുള്ള അപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ ക്ലോസ് ആവാനായിട്ടുണ്ട്. ഈ മാസം May 24 വരെ മാത്രമേ അതിനുള്ള ടൈമുള്ളൂ. അപ്പോൾ അതിന് മുന്നേ തന്നെ നിങ്ങൾ ഈ ഒരു ഇൻഫർമേഷൻ അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. കാരണം ഇതിന് വളരെ അടിപൊളിയായിട്ടുള്ള പ്രൈസും കാര്യങ്ങളൊക്കെ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പ്രൈസ് 10,000 rupees ആണ്, സെക്കൻഡ് പ്രൈസ് 7,000 rupees ഉണ്ട്, ആൻഡ് തേർഡ് പ്രൈസ് 4,000 rupees ഉണ്ട്. മാത്രമല്ല ആ ക്യാഷ് പ്രൈസിന് കൂടെ തന്നെ വേറെയും ഒരുപാട് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഗിഫ്റ്റുകൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു കോമ്പറ്റീഷൻ ആണ്. പിന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ ആളുകൾക്കും നാഷണൽ ലെവലിലുള്ള സർട്ടിഫിക്കറ്റ് അവൈലബിൾ ആയിരിക്കും. അങ്ങനെ 5,000 ആളുകളെ മാത്രം സെലക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോഗ്രാം കൂടിയാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നതാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ടീച്ചേഴ്സിനൊക്കെ എന്ത് ചെയ്യുക, ഈ ഒരു ഇൻഫർമേഷൻ എത്തിച്ചു കൊടുക്കുക, ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം, എല്ലാവർക്കും ഉപയോഗപ്പെടട്ടെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സംഭവത്തിൽ രജിസ്റ്റർ ചെയ്യാൻ പോവേണ്ട വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിലോട്ട് പോകാൻ പറ്റും. അപ്പോൾ അതിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ഇവിടെ കാണാൻ പറ്റും നാഷണൽ സയൻസ് ആൻഡ് മാത്സ് ചാമ്പ്യൻഷിപ്പ്. തൊട്ട് താഴെ ഡൗൺലോഡ് ദ എക്സാം ബ്രൗസർ ഹിയർ എന്ന് കണ്ടിട്ടുണ്ട്. അതായത് ഈ എക്സാമിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, സിലബസ് എന്തൊക്കെയാണ്, ആർക്കൊക്കെ എഴുതാം, എങ്ങനെയാണ് എക്സാം പാറ്റേൺ, എല്ലാ ഡീറ്റെയിൽസും എവിടെയുണ്ട്, ഈ ഒരു ബ്രോഷറിലുണ്ട്. അപ്പോൾ ക്ലിക്ക് ഹിയർ എന്ന് അല്ലെങ്കിൽ ഈ ഹിയർ എന്ന് പറയുന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇതിൻ്റെ ബ്രോഷറിലോട്ട് പോകും. അപ്പോൾ ആ ബ്രോഷറിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും, ഒരു 4 pages വരുന്ന ഒരു ബ്രോഷറാണ്. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതിനുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അവിടെ ഡൗൺലോഡ് ബട്ടൺ ഉണ്ട്. ഈ മൊബൈൽ ഫോണിലാണെങ്കിലും ആ ക്ലിക്ക് ഹിയർ എന്നുള്ളത് ആ ഹിയർ മാത്രം ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഡൗൺലോഡ് ആവും. അപ്പോൾ അതൊരു PDF ഫോർമാറ്റിൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ തിരിച്ച് ഞാൻ ബാക്കി കാര്യങ്ങൾ ഇവിടെ ജസ്റ്റ് പറയാം. അതുപോലെ തന്നെ ഇതിന് ലാസ്റ്റ് ഡേറ്റ് May 24 ആണെന്ന് അറിയാം. ഇത് രജിസ്റ്റർ ചെയ്യാനുള്ള നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഒരു ഏരിയയാണിത്. ഓക്കെ, അപ്പോൾ അതിലോട്ട് പോകുന്നതിന് മുന്നേ എന്തൊക്കെയാണ് ഈ ഒരു കോമ്പറ്റീഷൻ്റെ സ്ട്രക്ചർ എന്നുള്ളതും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ ഞാൻ ഇനി 8th 9th 10th ക്ലാസ്സുകളിലോട്ട് പോകുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. അതായത് ജൂണിൽ ക്ലാസ് തുടങ്ങുമ്പോഴേക്കിന് ഇനി നിങ്ങൾ പോകുന്ന ക്ലാസ് 8th 9th 10th ഇതിലേതെങ്കിലും ഒന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും തേർഡ് പ്രൈസൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ഒരു കോമ്പറ്റീഷൻ കണ്ടക്ട് ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിട്ടുള്ള IIT മദ്രാസിൽ നിന്നുള്ള അലൂമിനീസും NIT കാലിക്കറ്റിൽ നിന്നുള്ള അലൂമിനീസും അതുപോലെ തന്നെ NIT കാലിക്കറ്റിലെ സ്റ്റുഡൻസിൻ്റെ ഒരു ഗ്രൂപ്പായിട്ടുള്ള HVGയും പിന്നീട് നമ്മുടെ സ്വന്തം XandY ലേണിങ്ങും ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പല ആളുകളും ഇതിൽ ഒരുപാട് കാര്യങ്ങളിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളാണ് ഇതിൻ്റെ വെബ്സൈറ്റും കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത്. അതുപോലെ ഓരോ ആളുകളാണ് ഇതിൻ്റെ പല റിസോഴ്സുകളായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലുള്ള ആളുകൾ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ, ഒരു ചാമ്പ്യൻഷിപ്പ് കൂടിയാണിത്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് 24th May ആണ്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബ്രോഷറിലും കാണാൻ പറ്റും. ദ സെന്റർ ഫോർ കോമ്പറ്റീറ്റീവ് എക്സലൻസ് CCE കൺസിസ്റ്റിംഗ് ഓഫ് എഞ്ചിനീയേഴ്സ് ആൻഡ് ഡോക്ടേഴ്സ് ഫ്രം പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇൻക്ലൂഡിംഗ് IITs, NITs, AIIMS etc. has launched National Science and Math Championship in association with NITC, IITM alumni and HVG NIT Calicut. ഞാനിപ്പോൾ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്. പിന്നെ അതിൻ്റെ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സയൻസിലും മാത്സിലും ടാലൻറ്റഡ് ആയിട്ടുള്ള ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് കുറേ റിവാർഡ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 8th 9th 10th ക്ലാസ്സുകളിലോട്ട് ഇനി പഠിക്കാൻ പോകുന്നവരാണ് ഇതിന് എലിജിബിൾ ആയിട്ടുള്ളത്. രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് May 24 ആണ്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഫസ്റ്റ് 5,000 രജിസ്ട്രേഷൻസ് ആണ് ഇവർ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, എല്ലാവരും കൂടി അക്സെപ്റ്റ് ചെയ്യില്ല. നിങ്ങൾക്കറിയാം ലക്ഷക്കണക്കിന് സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പോൾ കേരളത്തിൽ മാത്രം എടുക്കുകയാണെങ്കിൽ തന്നെ ലക്ഷക്കണക്കിന് സ്റ്റുഡൻസ് ഉണ്ട് 8th 9th 10th പഠിക്കുന്നവർ. അപ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്യില്ല, ഇതിലോട്ട് ഓപ്പർച്യൂണിറ്റി ഇല്ല. ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യുന്ന 5,000 സ്റ്റുഡൻസിനായിരിക്കും ഇതിലോട്ട് ഉണ്ടാവുക. ആ ഒരു 5,000 രജിസ്ട്രേഷൻസ് കംപ്ലീറ്റ് ആയ രജിസ്ട്രേഷൻ പോർട്ടൽ എന്ത് ചെയ്യും, ക്ലോസ് ആവും. അതുപോലെ തന്നെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും, ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും തേർഡ് പ്രൈസിനൊക്കെ പുറമെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ ആളുകൾക്കും നാഷണൽ ലെവൽ റെക്കഗ്നീഷൻ ഉള്ള CCEയുടെ സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പ് വഴിയും ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസ് വഴിയൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഫോമിലുള്ള ഡിജിറ്റൽ ഫോർമാറ്റിലായിരിക്കും നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്, അതിൻ്റെ സർട്ടിഫിക്കറ്റ്. അത് ഈ 5,000 ആളുകൾക്കും എന്ത് ചെയ്യും, പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും. ഇനി ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന ആളുകൾക്ക് ഞാൻ പറഞ്ഞ പോലെ 10,000 rupees ക്യാഷ് പ്രൈസ് ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നാഷണൽ ലെവൽ സർട്ടിഫിക്കറ്റ് CCEയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. പിന്നെ മാത്സ് ജീനിയസ് മെമ്പർഷിപ്പ് ഫോർ ഫ്രീ, മാത്സുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾക്കുള്ള ഒരു കോഴ്സാണ്. അതിലോട്ടുള്ള മെമ്പർഷിപ്പ്, അതിൻ്റെ ഒരു മാത്സ് ജീനിയസ് മെമ്പർഷിപ്പ് നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ 100% ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരിക്കും. ദെൻ 1 year ഫ്രീ കോച്ചിങ് വിത്ത് IITians, NITians ആൻഡ് ഡോക്ടേഴ്സ് വർത്ത് Rs 30,000 അറ്റ് നോ കോസ്റ്റ്, കംപ്ലീറ്റ്ലി ഓൺലൈൻ. അതായത് കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിക്കൊണ്ട് IITiansൻ്റെയും NITiansൻ്റെയും ഡോക്ടേഴ്സിൻ്റെയും ഒരു അസിസ്റ്റൻസ്,
ഒരു 1 ഇയറിലോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും ഫ്രീ ആയിട്ട് ഒരു കോസ്റ്റും ഇല്ലാതെ നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് പ്രൈസിൻ്റെ കൂടെ അവൈലബിൾ ആണ്. ദെൻ ചാൻസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഇന്റർനാഷണൽ ലെവൽ കരിയർ ഓറിയന്റേഷൻ പ്രോഗ്രാംസ് അതും ഇതിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ഇനി സെക്കൻഡ് പ്രൈസിന് 7,000 rupees ആണ് ക്യാഷ് പ്രൈസ് ഉള്ളത്. സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും, മാത്സ് ജീനിയസ് മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കും. 6 months ആയിരിക്കും അവിടുത്തെ കോച്ചിങ് പീരീഡ്. അതായത് ഇവിടെ നിങ്ങൾക്ക് 1 year കിട്ടുമെങ്കിൽ ഇവിടെ എത്ര ഉണ്ടാവുള്ളൂ, 6 months ആയിരിക്കും ഉണ്ടാവുക സെക്കൻഡ് പ്രൈസിലോട്ട് എത്തുമ്പോൾ. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. ദെൻ തേർഡ് പ്രൈസിന് 4,000 rupees ആണ് ക്യാഷ് പ്രൈസ്. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റും മെമ്പർഷിപ്പ് ഉണ്ടാവും. 3 months ആയിരിക്കും നിങ്ങൾക്ക് കോച്ചിങ് പീരീഡ്. ഓക്കെ, അപ്പോൾ 1 year, 6 months, 3 months എന്നുള്ള രീതിയിലായിരിക്കും. ബാക്കിയുള്ളത് സെയിം ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ സിലബസ് അതാണ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളത്. ഇതിൻ്റെ സിലബസ് നിങ്ങൾ കുറേ പുതിയ കാര്യങ്ങൾ പഠിക്കാനോ കുറേ റിസർച്ച് ചെയ്യാനോ ഒന്നും പോകണ്ട. നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള സെയിം കാര്യങ്ങൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ സിലബസ് ആയിട്ട് വരുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുള്ള സയൻസ് ആൻഡ് മാത്സ് അതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും എന്ത് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് വരിക. ഇനി എക്സാമിൻ്റെ ഷെഡ്യൂള് നമ്മൾ ലാസ്റ്റ് രജിസ്ട്രേഷൻ ഡേറ്റ് May 24 ആണ്. 24th നിങ്ങൾ ലാസ്റ്റ് രജിസ്റ്റർ ചെയ്യണം. ഓൺലൈൻ എക്സാം ആണ് ഫസ്റ്റ് സ്റ്റേജ്. 2 സ്റ്റേജ് ആയിട്ടാണ് നടക്കുക. ഫസ്റ്റ് സ്റ്റേജ് ഓൺലൈൻ എക്സാം ആണ്. അത് May 28 May 28 എക്സാം നടക്കുന്നതുകൊണ്ടാണ് 24th രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൻ്റെ റിസൾട്ട് May 30 വരും. 28 നടക്കുന്ന എക്സാം റിസൾട്ട് 30 വരും. ഈ 30 വരുന്ന റിസൾട്ട് ഇത് സെലക്ട് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിനെയാണ് സ്റ്റേജ് 2 വരിക. അപ്പോൾ ഇതിൽ സെലക്ടഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് എന്ത് ചെയ്യും, നമ്മൾ CCE ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യും. സെക്കൻഡ് സ്റ്റേജിലോട്ട് നിങ്ങൾ ക്വാളിഫൈഡ് ആണെന്നുള്ളത് അവരെ മാത്രം എന്ത് ചെയ്യും ഇൻഫോം ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇതിനെ അപ്ലൈ ചെയ്യുക? അപ്പോൾ ഞാൻ പറഞ്ഞു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ഡീറ്റെയിൽസ് കാണിച്ചു തന്നിരുന്നല്ലോ അല്ലേ. ഇവിടെയുള്ള ഈ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിലോട്ട് ഞാൻ വരാം. അപ്പോൾ നിങ്ങൾക്ക് അതിലോട്ട് പോകാനുള്ള വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതിൻ്റെ ഒരു അപ്ലിക്കേഷൻ ഫീ അല്ലെങ്കിൽ ഇതിൻ്റെ രജിസ്ട്രേഷൻ ഫീ ഉണ്ട് 200 rupees, അതും കൂടെ പേ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്ത് ഈ ഒരു രജിസ്ട്രേഷൻ ഫീ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെയിലിലോട്ട് ഒരു കൺഫർമേഷൻ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഒരു കൺഫർമേഷൻ മെയിൽ വരും. അതുപോലെ തന്നെ May 24 വരെ ആയിരിക്കും ഇതിൻ്റെ രജിസ്ട്രേഷൻ ഉണ്ടാവുക. ഇനി നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു, നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ എക്സാമിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങൾ എങ്ങനെയാണ് എക്സാമിന് അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ളതും അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും നിങ്ങളുടെ ആ ഒരു രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലോട്ടും ഇമെയിൽ ഐഡിയിലോട്ടും കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഫുൾ കംപ്ലീറ്റ്ലി ഓൺലൈനാണ്. നിങ്ങൾ വീട്ടിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് സെലക്ട് ചെയ്ത സ്റ്റുഡൻസിനെയാണ് സെക്കൻഡ് സ്റ്റേജിലോട്ട് കൺസിഡർ ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസ് താഴെ വരുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇനി എക്സാം പാറ്റേൺ ഫസ്റ്റ് സ്റ്റേജ് കംപ്ലീറ്റ്ലി ഓൺലൈൻ എക്സാം ആണ്. വീട്ടിലിരുന്നുകൊണ്ട് എഴുതാം. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്, അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. എക്സാം ഡ്യൂറേഷൻ 60 minutes ആണ്, 1 hour. ഓക്കെ, 1 hour ആണ് എക്സാം ഡ്യൂറേഷൻ. അതിൽ 40 questions ഉണ്ടാവും. ഓരോ ക്വസ്റ്റ്യനും കറക്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 marks കിട്ടും. തെറ്റിപ്പോയാൽ 1 mark കുറയും. ഓക്കെ, സാധാരണ എൻട്രൻസ് എക്സാമുകൾ പോലെ തന്നെ കറക്റ്റായ 4 marks കിട്ടും, റോങ് ആയ 1 mark നെഗറ്റീവ് മാർക്കായിട്ട് പോകും എന്നുള്ളതാണ്. ഇനി സെക്കൻഡ് സ്റ്റേജ് വരുമ്പം അതിൽ ഓൺലൈൻ എക്സാം ഉണ്ടാവും, ഇൻ്റർവ്യൂ ഉണ്ടാവും. ഓക്കെ, രണ്ടും ഉണ്ടാവും. അപ്പോൾ സെക്കൻഡ് സ്റ്റേജും ഇതുപോലെ തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ 30 minutes ആണ് എക്സാമിൻ്റെ ടൈം. 30 questions ഉണ്ടാവും. ഒരു ക്വസ്റ്റ്യൻ കറക്റ്റ് ആയാൽ 4 marks ഉണ്ടാവും, ഒരു ക്വസ്റ്റ്യൻ റോങ് ആയാൽ -1 ഉണ്ടാവും. ഇതിൽ നിന്ന് ഈ സെക്കൻഡ് സ്റ്റേജിൽ സെലക്ട് ചെയ്യുന്ന 10 സ്റ്റുഡൻസ്, അതായത് ഫസ്റ്റ് സ്റ്റേജിൽ സെലക്ട് ചെയ്യുന്ന ഒരു സെക്കൻഡ് സ്റ്റേജിലോട്ട് അതിൽ സെലക്ട് ചെയ്യുന്ന 10 സ്റ്റുഡൻസ് ആണ് എന്ത് ചെയ്യാം നമ്മൾ ലാസ്റ്റ് ഇൻ്റർവ്യൂയിലോട്ട് എത്തുക. ആ ഇൻ്റർവ്യൂവിൽ നിന്നാണ് നമ്മൾ ടോപ്പേഴ്സിനെ സെലക്ട് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ടോപ്പ് 10 സ്റ്റുഡൻസിന് എന്ത് ചെയ്യും സെക്കൻഡ് സ്റ്റേജിൽ ഇൻ്റർവ്യൂ. അത് പിന്നെ നിങ്ങൾ അവരുടെ ഇൻ്റർവ്യൂ സ്ലോട്ട് എപ്പോഴാണെന്നുള്ളത് പിന്നീട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി ഇത് റിക്വയർമെൻറ്റ് എക്സാം റിക്വയർമെൻറ്റ്സ് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അത്യാവശ്യം സ്പീഡുള്ള ഇൻ്റർനെറ്റ് ഉണ്ടാവുക. സാധാരണ ഇൻ്റർനെറ്റ് ഭയങ്കര സ്പീഡുള്ള ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് എന്നല്ല, സാധാരണഗതിയിൽ നമുക്ക് യൂട്യൂബ് ഇതൊക്കെ പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ അത് തന്നെ എന്ത് മതി, എക്സാമിന് മതി. ആ ഒരു ഇൻ്റർനെറ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളത്. അതുപോലെ ഇൻ്റർനെറ്റ് ബ്രേക്ക് ആവരുത്, അതായത് നിങ്ങൾക്ക് നല്ല റേഞ്ചിലുള്ള എടുത്തിരിക്കുക. പിന്നെ നിങ്ങളുടെ ഡിവൈസ് മൊബൈൽ ഫോൺ ആണെങ്കിലും ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഡിവൈസ് എന്തായിരിക്കണം, ഡിസ്പ്ലേ പ്രശ്നമുള്ളതോ ഈ ചാർജിങ് ഇഷ്യൂ ഉള്ളതോ ഒന്നും ആവരുത്. നല്ല ഡിവൈസ് യൂസ് ചെയ്യുക. പിന്നെ ഇൻ്റർവ്യൂവിലോട് സെലക്ട് ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ ക്യാമറ ഓൺ ചെയ്യണം. അത് ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരിക്കും, അപ്പോൾ നിങ്ങൾ ക്യാമറ ഓൺ ചെയ്യണം. ഇത്രയാണ് എന്ത് അതിൻ്റെ ഒരു റിക്വയർമെൻറ്റ്സ് ഉള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, reachcce@gmail.com എന്ന് പറയുന്ന മെയിൽ ഐഡിയിലോ അല്ലെങ്കിൽ 7736021333 എന്ന് പറയുന്ന മെയിൽ ഐഡിയിലോ എന്ത് ചെയ്യാം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പറിലോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഈ ഒരു കോമ്പറ്റീഷൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ചാമ്പ്യൻഷിപ്പിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഇതിൻ്റെ ബ്രൗഷർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്? അപ്പോൾ ഡീറ്റെയിൽസ് ഫസ്റ്റ് നിങ്ങളുടെ നെയിമാണ്. ഓക്കെ, അപ്പോൾ നെയിം ഞാൻ ജസ്റ്റ് നിങ്ങളുടെ എന്താണോ കറക്റ്റ് നെയിം, ഇപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ഇതിലൊക്കെ വരെ ഈ നെയിം ആയിരിക്കും. അപ്പോൾ ആ കറക്റ്റ് നെയിം എന്ത് ചെയ്യണം നിങ്ങളിവിടെ കൊടുക്കുക. ഇപ്പോൾ ഞാൻ എൻ്റെ കേസിലാണ് ജസ്റ്റ് അസീം എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അസീം പി.
ഓക്കെ, ഇതാണ് എൻ്റെ നെയിം, ഓ എന്നാണ് വന്നത്. ഓക്കെ, അസീം പി, ഇതാണ് ജസ്റ്റ് എൻ്റെ നെയിം. എൻ്റെ നെയിമേ കൊടുത്തു. ക്ലാസ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾ വെക്കേഷനിലായിരിക്കും അല്ലെ, ഒട്ടുമിക്ക ആളുകളും ഇപ്പോൾ വെക്കേഷനിലായിരിക്കും. അപ്പോൾ ഇനി നിങ്ങൾ പോകുന്ന ക്ലാസ് ഇപ്പോൾ 7th ഒക്കെ പാസ്സായി വെക്കേഷനിൽ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ ഇനി നിങ്ങൾ 8th സ്റ്റാൻഡേർഡിലോട്ടാണ് ജൂണിൽ പോയി ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിവിടെ സെലക്ട് ചെയ്യുന്നത് എന്താണ്? 8th സ്റ്റാൻഡേർഡ്. 9th കഴിഞ്ഞവരാണെങ്കിൽ ഇനി പോകാൻ പോകുന്നത് 10th അപ്പോൾ ഒരു 10th ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഇനി 8th കഴിഞ്ഞ് വെക്കേഷനിലുള്ളവരാണെങ്കിൽ ഇനി 9th പോവുക. അപ്പോൾ ജൂണിൽ നിങ്ങൾ ഏത് ക്ലാസ്സിലാണോ ജോയിൻ ചെയ്യാൻ പോകുന്നത് ആ ക്ലാസ് ആയിരിക്കണം ഇവിടെ കൊടുക്കേണ്ടത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് യു ഷുഡ് ഗീവ് ദ ക്ലാസ് ഓഫ് അപ്കമിങ് അക്കാഡമിക് ഇയർ 2023-24 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി വരുന്ന അക്കാഡമിക് ഇയറിൻ്റെ ആണ്, അല്ലാതെ കഴിഞ്ഞതല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ തൽക്കാലം സാമ്പിളായിട്ട് 9th കൊടുത്തു. ഓക്കെ, ഇനി എൻ്റെ ഫോൺ നമ്പർ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നമ്പർ കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ഏതൊക്കെയോ നമ്പർ ജസ്റ്റ് ഇപ്പോൾ ഞാൻ ഏത് നമ്പർ, നിങ്ങളുടെ നമ്പർ ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അത് കൃത്യം കൊടുക്കണം. കാരണം വി വിൽ സെൻഡ് അപ്ഡേറ്റ്സ് ടു ദിസ് വാട്സ്ആപ്പ് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വാട്സ്ആപ്പ് നമ്പറിലോട്ടാണ് എന്ത് ചെയ്യാം നിങ്ങളുടെ അപ്ഡേറ്റ്സ് വരിക. ഇത് ഞാൻ ജസ്റ്റ് റാൻഡം ആയിട്ടൊരു നമ്പർ കൊടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് നമ്പർ വേണമെങ്കിലും എന്ത് ചെയ്യാം കൊടുക്കാം. ഇനി ഇമെയിൽ ഐ ഡി നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് സാമ്പിളായിട്ട് asim@XandY Learning.com എന്ന് കൊടുക്കുകയാണ്. പക്ഷേ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി എന്താണോ എന്ത് ചെയ്യണം കൃത്യമായിട്ട് നിങ്ങൾ കൊടുക്കണം. ഓക്കെ, കാരണം എന്ന് വെച്ചാൽ ഇത് ഞാൻ ഫുൾ ക്യാപിറ്റൽ ലെറ്ററിലാണ് കൊടുത്തത്. പക്ഷേ നിങ്ങളുടെ മെയിൽ ഐ ഡി സ്മോൾ ലെറ്ററിലായിരിക്കും കേട്ടോ. ആ സ്മോൾ ലെറ്ററിലുള്ളത് കൊടുക്കുക, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ക്യാപിറ്റൽ കൊടുക്കുക. വാട്ട് എവർ ഇറ്റ് ഈസ് എന്താണോ എന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യാം ആ മെയിൽ ഐ ഡി അവിടെ കൊടുക്കണം. കാരണം നിങ്ങളുടെ മെയിൽ ഐ ഡി റോങ് ആയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ഡീറ്റെയിൽസ് വരില്ല. കാരണം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പിലോട്ട് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാലും ആ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളുടെ മെയിൽ ഐ ഡിയിലോട്ടാണ് എന്ത് ചെയ്യുക വരിക. അപ്പോൾ നിങ്ങളുടെ മെയിൽ ഐ ഡി എന്ത് ചെയ്യണം കൃത്യമായിട്ട് കൊടുക്കുക. അതിനുശേഷം സ്കൂളാണുള്ളത്. അപ്പോൾ സ്കൂളിൽ ജസ്റ്റ് ഞാൻ XandY എന്ന് കൊടുക്കാം. ഓക്കെ, എൻ്റെ സ്കൂൾ നെയിം ജസ്റ്റ് XandY. നിങ്ങളുടെ സ്കൂൾ നെയിം എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. ഡിസ്ട്രിക്റ്റ് ആണ് അടുത്തത്. ഡിസ്ട്രിക്റ്റ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് ഏതാണോ എന്നുള്ളത് കൃത്യമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിനകത്താണെങ്കിൽ 14 ഡിസ്ട്രിക്റ്റ് ഉണ്ട്. കേരളത്തിന് പുറത്തുള്ളവരാണെങ്കിലും ഇനി എവിടെ ഉള്ളവരാണെങ്കിലും നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് എന്താണെന്ന് കൃത്യമായിട്ട് കൊടുക്കുക. പിന്നെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ രജിസ്ട്രേഷൻ ഫീ 200 rupees, വളരെ കുറഞ്ഞ എമൗണ്ട് ആണ്. കാരണം ഈ ഒരു ഇത്രയും വലിയൊരു കോമ്പറ്റീഷൻ ചാമ്പ്യൻഷിപ്പിന് 200 rupees എന്നൊക്കെ പറയുന്നത് വളരെ ചെറിയ എമൗണ്ട് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് പേ ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു രജിസ്ട്രേഷൻ ഫീൻ്റെ ഇവിടെ പേ 200 എന്നുള്ളത് അത് ക്ലിക്ക് ചെയ്യുക. പേ 200 എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് പേയ്മെൻറ്റ് ഗേറ്റ് വേയിലോട്ട് എന്ത് ചെയ്യും ഡയറക്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഗൂഗിൾ പേയോ ഫോൺ പേയോ പേടിഎമ്മോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ഇതുപോലെ അങ്ങനെ വിസ കാർഡ്, അങ്ങനെ ഏതെങ്കിലും കാർഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. UPI ഉപയോഗിച്ചിട്ട് ചെയ്യാം, നെറ്റ് ബാങ്കിങ് ചെയ്യാം, വാലറ്റ് ചെയ്യാം. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ QR കോഡ് സ്കാൻ ചെയ്തിട്ട് സാധാരണ ഗൂഗിൾ പേ പോലെ പേ ചെയ്യാം. അതൊക്കെ എന്താണ് പോസിബിൾ ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് താഴെ ഇവിടെ എന്തുണ്ടാവും പേ നൗ ഉണ്ടാവും. ആ പേ നൗ കൊടുക്കുക. അങ്ങനെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങളുടെ അപ്ലിക്കേഷൻ എന്ത് ചെയ്യുള്ളൂ അക്സെപ്റ്റഡ് ആയിട്ട് കാണിക്കുള്ളൂ. കാരണം ഇതൊരു പ്രോസസ്സാണ്. കംപ്ലീറ്റഡ് ആവണമെങ്കിൽ അതും കൂടി എന്ത് ചെയ്യണം പേ ചെയ്യണം. അത് പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിൽ ഐ ഡിയിലോട്ട് എന്ത് ചെയ്യും ആ പേയ്മെൻറ്റ് റിസീവ് ചെയ്തു എന്നുള്ളൊരു മെയിൽ നിങ്ങളുടെ ഇവിടെ കൊടുത്തിട്ടുള്ള മെയിൽ ഐ ഡി, അപ്പോൾ നിങ്ങൾ എന്താണോ ഇവിടെ മെയിൽ ഐ ഡി ആയിട്ട് കൊടുത്തിട്ടുള്ളത് അതിലോട്ട് എന്ത് ചെയ്യും കിട്ടും. ഓക്കെ, ഇവിടെ നിങ്ങൾ കൊടുത്തിട്ടുള്ള മെയിൽ ഐ ഡി എന്താണോ അത് ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ മെയിൽ ഐ ഡി കൊടുക്കണം എന്നുള്ളത് പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ മെയിൽ ഐ ഡി എന്താണെന്നുള്ളത് കൃത്യമായിട്ട് കൊടുക്കുക. ചെക്ക് ചെയ്യും വേണം മെയിൽ. അപ്പോൾ അതിലോട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ ഒരു റെസിപ്റ്റ് പോലെ അതിന് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ബാക്കി എക്സാമിൻ്റെ ലിങ്കും കാര്യങ്ങളും അതൊക്കെ നിങ്ങളുടെ വാട്സപ്പ് നമ്പറിലോട്ട് ഇവിടെ കൊടുക്കുന്ന നിങ്ങളുടെ നമ്പർ എന്താണോ നിങ്ങളുടെ ആ ഒരു വാട്സപ്പ് നമ്പറിലോട്ടായിരിക്കും എന്ത് ചെയ്യാം ബാക്കി കാര്യങ്ങളൊക്കെ റിസീവ് ആവുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്. ഇനി ഇൻ കേസ് നിങ്ങൾ മൊബൈലിലാണ് നോക്കുന്നത് എങ്കിൽ നിങ്ങൾ മൊബൈലിലാണ് ഈ ഒരു സംഭവം നോക്കുന്നതെങ്കിൽ മൊബൈലിൽ ഈ ഒരു ഇൻ്റർഫേസിന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, മൊബൈലിൽ നിങ്ങൾ കാണുന്ന ഇൻ്റർഫേസിന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം ജസ്റ്റ് മൊബൈൽ വ്യൂവിൽ എങ്ങനെയാണ് കാണുക എന്നുള്ളതും കൂടെ ജസ്റ്റ് ഞാൻ കാണിക്കാം. കാരണം മൊബൈലിൽ നിങ്ങൾ കാണുമ്പോൾ ഇപ്പോൾ ഇത് വലിയൊരു സ്ക്രീൻ ആയതുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പോ ഒക്കെ ആണെങ്കിൽ വലിയ സ്ക്രീനാണ്. അപ്പോൾ അതിൽ രണ്ട് ഡീറ്റെയിൽസ് ഇപ്പോൾ ഇവിടെ ഈ ഒരു സൈഡും ഈ സൈഡും ഒരുമിച്ച് കാണിക്കും. പക്ഷേ മൊബൈലിലാണ് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല ഇത് രണ്ടും കൂടെ ഒരൊറ്റ പേജിലായിരിക്കില്ല. അപ്പോൾ ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ മൊബൈലിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ക്രീൻ റെക്കോർഡ് വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കയറാൻ പോകുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വിൻഡോയിലായിട്ടായിരിക്കും. അതിൻ്റെ മുകളിലും ബ്രോഷർ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. താഴോട്ട് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. പക്ഷേ അതിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റില്ല, ഫസ്റ്റ് പേജിൽ നേരത്തെ കണ്ടതുപോലെ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള നെയിം, സ്കൂളിൻ്റെ നെയിം, ഫോൺ നമ്പർ ആ സാധനം കാണാൻ പറ്റില്ല. പക്ഷേ താഴെ നിങ്ങൾ നോക്കിയാൽ നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നേരത്തെ കണ്ട സെയിം നെയിം, ക്ലാസ്, ഫോൺ നമ്പർ, ഇമെയിൽ, സ്കൂള് എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും. നേരെ താഴെ പേ എന്നുണ്ടാവും. ആ പേ എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കണം കേട്ടോ. ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ പേ കൊടുക്കുകയാണെങ്കിൽ നേരത്തെ ഗൂഗിൾ പേ ആ ഓപ്ഷൻസ് ഒക്കെ എന്ത് ചെയ്യും വരും. പേയ്മെൻറ്റും കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്റ്റേർഡ് ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, അത് മൊബൈൽ ആകുമ്പോൾ ഇങ്ങനെ രണ്ട് വിൻഡോയിലായിട്ടായിരിക്കും വരിക. നിങ്ങൾ ലാപ്ടോപ്പോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരൊറ്റ പേജിലായിട്ട് കാണും. ഓക്കെ, അപ്പോൾ ആ ഡിഫറൻസ് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ എന്ത് ജസ്റ്റ് എൻ്റെ ഒരു മൊബൈൽ റെക്കോർഡിങ്ങും കൂടെ ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ്റെ ഈ ഒരു ഡീറ്റെയിൽസ് ഉള്ളത്. അപ്പോൾ നമ്മൾ
ഇതിന് മുന്നേയും ഇപ്പോൾ XandY Learning ഒരുപാട് വീഡിയോസ് ഇതുപോലത്തെ പല ചാമ്പ്യൻഷിപ്പുകൾ പല കോമ്പറ്റീഷൻസ് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ നമ്മൾ ആര്യഭട്ട നാഷണൽ മാത്ത് കോമ്പറ്റീഷൻ അതിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഇതുപോലെ തന്നെ ഒരുപാട് ആളുകൾ രജിസ്റ്റർ ചെയ്ത് ഒരുപാട് ആളുകൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതും ഇത്തരത്തിൽ ഒരു നാഷണൽ ലെവലിൽ നടക്കുന്ന IIT ബോംബെ അലൂമിനീസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു. ഇതിൽ നമ്മുടെ IIT മദ്രാസിനും NIT കാലിക്കറ്റിനും അതുപോലെ NIT കാലിക്കറ്റിലെ ഇപ്പോഴത്തെ കറൻ്റ് ആക്റ്റീവ് ആയിട്ടുള്ള HBG ഒക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഈ ഒരു ചാമ്പ്യൻഷിപ്പ്. ഇത്തരത്തിലുള്ള കുറേ പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. നമ്മുടെ സ്കൂളിലെ എക്സാമിൻ്റെ അപ്പുറത്തേക്ക് നാഷണൽ ലെവലിലുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ വിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ്, അതിന് കിട്ടുന്ന പ്രൈസ്, ഇപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് വലിയൊരു ക്യാഷ് പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും അതിൻ്റെ വാല്യൂ അതിനേക്കാളും വലുതാണ്. നിങ്ങൾ ഇങ്ങനെ ഒരു ചാമ്പ്യൻഷിപ്പ് ക്വാളിഫൈ ചെയ്ത ആളാണ്, നിങ്ങൾക്ക് അതിൽ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വാല്യൂ വളരെ ഹൈ ആണ്. നിങ്ങൾ ഇനി ഫ്യൂച്ചറിൽ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ കോളേജുകളിലൊക്കെ പോകുമ്പോഴും നിങ്ങൾ ഇത്തരത്തിലുള്ള കോമ്പറ്റീഷൻ വിൻ ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ അതിൻ്റെ ഒരുപാട് നിങ്ങൾക്ക് അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള കോമ്പറ്റീഷൻസിൽ ചാമ്പ്യൻഷിപ്പുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഹാബിറ്റാക്കി മാറ്റുക. ഒരുപാട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അതിൽ നമുക്ക് ഒരുപാട് എക്സ്പോഷറുകൾ കിട്ടും. നമുക്ക് ഒരുപാട് സ്റ്റുഡൻസുമായിട്ട് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള സ്റ്റുഡൻസായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. മേ ബി ആദ്യത്തെ 1-2 ചാമ്പ്യൻഷിപ്പിൽ അല്ലെങ്കിൽ കോമ്പറ്റീഷനിലൊന്നും നമുക്ക് വിന്നേഴ്സ് ആവാൻ പറ്റിക്കോളുന്നില്ല. കുറച്ച് കഴിയുമ്പോഴായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, പതിയെ അതിൽ വിന്നേഴ്സായിട്ട് വരിക. പക്ഷേ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടേ ഇരുന്നെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. ഇതുപോലെ ഇനിയും ഒരുപാട് ഒളിമ്പ്യാഡ് എക്സാമുകളും മറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ആ ഒരു ടൈം ആകുമ്പോഴേക്കും രജിസ്ട്രേഷൻസും കാര്യങ്ങളൊക്കെ ഇതുപോലെ ഡീറ്റെയിൽഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പരമാവധി ഫ്രണ്ട്സിലോട്ട് എത്തിക്കുക. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോസ് ചെയ്യുന്നത് എന്തിനാണ്, നിങ്ങളോട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളിൽ മാത്രമല്ല നിങ്ങളുടെ പരമാവധി ഫ്രണ്ട്സിലോട്ട് എന്ത് ചെയ്യണം, ഈ ഒരു വീഡിയോ എത്തിക്കുക. നിങ്ങളുടെ ടീച്ചേഴ്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ടീച്ചേഴ്സിന് ഒരുപാട് സ്റ്റുഡൻസിന് ഇത് എത്തിച്ചു കൊടുക്കാൻ പറ്റും. അതിൽ പരമാവധി ആളുകൾ ഇതുപോലത്തെ കോമ്പറ്റീഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യട്ടെ. എല്ലാവരും ഈ ഒരു ഹാബിറ്റ്, ഇത്തരത്തിലുള്ള കോമ്പറ്റീഷൻസിലും ചാമ്പ്യൻഷിപ്പിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ഹാബിറ്റ് നമ്മുടെ നാട്ടിൽ ക്രിയേറ്റ് ചെയ്ത് വരട്ടെ എന്നുള്ളതാണ് നമ്മുടെ ഒക്കെ ആഗ്രഹം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്യുക. ബാക്കി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെയുള്ള ഈ ഒരു മെയിൽ ഐഡിയിലോ ഈ ഒരു നമ്പറിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്തിട്ട് അവരോട് അന്വേഷിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. 5000 സീറ്റ്സ് എങ്ങനെ ഉള്ളൂ ഇതിൽ. ഇനി ബാലൻസ് അല്ലെങ്കിൽ ടോട്ടൽ സീറ്റുകൾ, അതിൽ കുറേ സീറ്റുകൾ ഇപ്പോൾ ഓൾറെഡി ഫിൽ ആയിട്ടുണ്ടാവും. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ തന്നെ കുറേ ആളുകൾ രജിസ്റ്റർ ചെയ്തവരുണ്ടാവും. സോ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഒരു സീറ്റ് ഉറപ്പ് വരുത്തുക. പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷൻസും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്